Welcome to the 23rd lecture on electrodynamics for semester 3 BSc Physics main students. Here the topic of discussion today is the comparison between E and D. E is the electric field vector and D is the electrical displacement vector. What's the comparison between them? That is the topic of discussion today for BSc semester 3 Physics main students. We can see what is the meaning of comparison between E and D. And the heading we have written is deceptive parallel. The heading is given here is deceptive parallel between E and D. Deceptive parallel means something which is deceptive. അതായത് ഡിസെപ്റ്റീവ് എന്നുള്ളതിൻ്റെ അർത്ഥം പറയുകയാണെങ്കിൽ കുഴപ്പിക്കുന്ന സാമ്യം എന്ന് പറയും. നമ്മളെ ചതിക്കുന്ന കുഴപ്പിക്കുന്ന ഒരു സാദൃശ്യം എന്ന് പറയും. ഈ ഡിയും തമ്മിൽ സാദൃശ്യം ഉണ്ടെന്ന് തോന്നുന്നു, പക്ഷെ അത് ചുമ്മാ ഒരു കുഴപ്പിക്കുന്നതാണ്. ശരിക്കും അവ തമ്മിൽ സാദൃശ്യമില്ല, അവ തമ്മിൽ പാരലിസം ഇല്ല എന്നാ പറയാൻ പോണത്. ഇ ആൻഡ് ഡി ആർ ഡിഫറെൻറ്റ് ക്വാണ്ടിറ്റീസ്. രണ്ടും സമാന ഇക്വേഷനകത്ത് വരുമെങ്കിലും അവ തമ്മിൽ വലിയ ബന്ധമില്ല, വലിയ സാമ്യമില്ല. സാമ്യം തോന്നുകയാണെങ്കിൽ അത് ഡിസെപ്റ്റീവാണ്, കുഴപ്പിക്കുന്നതാണ്, നമ്മളെ പറ്റിക്കുന്നതാണ്. അതാണ് പറയുന്നത് ഡിസെപ്റ്റീവ് പാരലൽ എന്ന് പറഞ്ഞാൽ. ഡിസെപ്റ്റീവ് പാരലൽ എന്ന വാക്കിൻ്റെ അർത്ഥം, അതിൻ്റെ മീനിങ് കുഴപ്പിക്കുന്ന സാദൃശ്യം. രണ്ട് വസ്തുക്കൾ ഒരുപോലെ നമുക്ക് തോന്നാം, പക്ഷേ അവ തമ്മിൽ സാമ്യമില്ല. ഈ ഡി ഒരുപോലെ നമുക്ക് തോന്നാം, അവ തമ്മിൽ പക്ഷേ പ്രോപ്പർട്ടിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇതിനെയാണ് ഡിസെപ്റ്റീവ് പാരലൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ഈ ഡി തമ്മിൽ സാമ്യമില്ല, അല്ലെങ്കിൽ ഉള്ള സാമ്യം കുഴപ്പിക്കുന്നതാണ്, ചതിക്കുന്നതാണ് എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡിസെപ്റ്റീവ് ആണ് എന്നെങ്ങനെ പറയും? അപ്പോൾ നോക്കിക്കേ, കമ്പാരിസൺ ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. ഗോസ് ലോ ഈസ് ഡെൽ ഡോട്ട് ടി ഈക്വൽ 1/ε ρ. ഇക്വേഷൻ നമ്പർ 1. ദാറ്റ് ഈസ് ഗോസ് ലോ ഫോർ വാക്വം, ഫ്രീ സ്പേസ്, നമ്മൾ പഠിച്ചതാണ്. ദ ഗോസ് ലോ ഫോർ ഡൈഇലക്ട്രിക് ഈസ് ഡെൽ ഡോട്ട് ടി ഈസ് റോ എഫ്. ഇക്വേഷൻ നമ്പർ 2. റോ എഫ് ഫ്രീ ചാർജ് ഡെൻസിറ്റിയാണ് റോ എഫ് എന്ന് പറയുന്നത്. അത് നമ്മൾ പഠിച്ചതാണ്. ഡെൽ ഡോട്ട് ടി ഈസ് റോ എഫ്, വേർ റോ എഫ് no minus needed. Rho f is the free charge density. Free charge density. So we have seen Gauss law in vacuum and also Gauss law in a dielectric. Now we can see what is the next point. These two equations show that there is a close parallelism between E and D, but this is deceptive. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കാണാൻ നമുക്ക് തോന്നും ഈ ഡി തമ്മിൽ വളരെ സാമ്യമുണ്ടെന്ന്. നമുക്ക് ആ രണ്ട് ഇക്വേഷൻ നോക്കി നോക്കി. യൂസ് വിത്ത് ടു ഇക്വേഷൻസ് ഓൺസ് അഗെയിൻ. ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. രണ്ട് ഒരുപോലെ തോന്നാം, ഒരു എപ്സിലോൺസിലൂടെ കുറവില്ലുണ്ട്, ബാക്കി റോ എഫ് ആണ്. അപ്പോൾ രണ്ടും ഒരുപോലെ നമുക്ക് തോന്നും. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. These two equations show that there is a close parallelism between E and D, ബട്ട് ദിസ് ഈസ് ഡിസെപ്റ്റീവ്. അപ്പോൾ ആ രണ്ട് ഇക്വേഷൻ കാണുമ്പോൾ ഈ ഡിയും തമ്മിൽ വളരെ സാമ്യമുണ്ട്, അടുത്ത ഒരു സാദൃശ്യം ഉണ്ട് എന്ന് തോന്നും. ബട്ട് ദിസ് ഈസ് ഡിസെപ്റ്റീവ്, പക്ഷെ അത് കുഴപ്പിക്കുന്നതാണ്. ഇത് പാരലലിസം ബിറ്റ്വീൻ ഇ ആൻഡ് ഡി ഈസ് മോർ സബ്റ്റിൽ ദാൻ ദാറ്റ്. ഇത് പറഞ്ഞ സബ്റ്റിൽ എന്ന് പറഞ്ഞാൽ സംഖ്യയാണ്, കോംപ്ലക്സ് ആണ്. നമുക്ക് അത് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണെന്ന് അർത്ഥം. The parallelism between E and D is more subtle, it is more complex than that. This can be explained as follows. എങ്ങനെ ഇവ തമ്മിൽ സാദൃശ്യമില്ല എന്നുള്ളത് നമുക്ക് ഇനി പറയുന്ന വാക്കുകളിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. We know D is equal to epsilon 0 E plus P. D vector is equal to epsilon 0 E plus P. D, E and P are, they are the three electrical vectors. D is electrical displacement, E is the electric field intensity, and P is the polarization density vector. The relation connecting three electric vectors is this equation that you know. Now we see some relations. Take a KL of on both sides. ആ മുകളിലെ ഇക്വേഷൻ്റെ ഡിയുടെ രണ്ട് സൈഡിലും കേൾ എടുക്കുക. ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു ഡെൽ ക്രോസ് ഡിയുടെ വാല്യൂ എപ്സിലോൺ 0 E plus P. That is del cross D is equal to epsilon 0 del cross E plus del cross P. Bracket is removed, but del cross E equal to 0. അപ്പം നമ്മൾ പഠിക്കുന്നത് ഇലക്ട്രിക് ഫീൽഡാണ്. ഇലക്ട്രിക് ഫീൽഡിൻ്റെ കേളെപ്പോഴും 0ആണ്. ഇതിൽ എന്തെങ്കിലും വാല്യൂ വരണമെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകണം. മാഗ്നറ്റിക് ഫീൽഡ് നമ്മൾ ഡിസ്കഷൻ ഇല്ല, അതുകൊണ്ട് ഡെൽ ക്രോസ് ഇ ഇലക്ട്രിക് ഫീൽഡ് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ അത് 0ആണ്.
മാഗ്നറ്റിക് ഫീൽഡ് ഇല്ലാത്ത റീജിയനിൽ. ഡെൽ ക്രോസ് ഇ ഈസ് ഈക്വൽ ടു 0. സോ എബോവ് ഇക്വേഷൻ becomes ഡെൽ ക്രോസ് ഡി ഈസ് ഈക്വൽ ടു 0 പ്ലസ് ഡെൽ ക്രോസ് പി. അങ്ങനെ ചുരുങ്ങും അത്. ബട്ട് ഡെൽ ക്രോസ് പി നോട്ട് 0. ഡെൽ ക്രോസ് പി 0 ഇല്ല. എന്താ കാരണം? സിൻസ് ഡെൽ ഡോട്ട് പി ഈസ് ഈക്വൽ ടു റോ ബി, നമ്മൾ പഠിച്ചതാണ്. ഡെൽ ഡോട്ട് പി റോ ബി ആണ്, ബൗണ്ടറി ചാർജിന്റെ വാല്യൂ ആണ് ഡെൽ ഡോട്ട് പി. അപ്പോൾ അത് ഡെൽ ഡോട്ട് പി പിന്നെ 0 ആണെങ്കിൽ ഡെൽ ഡോട്ട് പി ഇസ് റോ ബി ആണ്. ഡെൽ ഡോട്ട് പി ഈ പി നോട്ട് ഈക്വൽ 0 ആണ്. അതിന്റെ കാരണം നമ്മൾ പറയണം, ആ മൂളിക്കാലത്ത് സ്റ്റെപ്പ് എക്സ്പ്ലെയിൻ ചെയ്യണം. ഡെൽ ഡോട്ട് പി നോട്ട് ഈക്വൽ 0. Therefore, del dot p not equal to 0 except in the case of 0 or 180 degree. അവിടെ ഒരു സ്റ്റെപ്പ് റിപ്പീറ്റേഷൻ ഉള്ളത് നോക്കിക്കോളെ. ഡെൽ ഡോട്ട് പി റോബി ആണെന്ന് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഡെൽ ക്രോസ് പി 0 ആണെന്നില്ല. ഡെൽ ഡോട്ട് പി റോബി ഉണ്ട്. ഈ ഡെൽ ഡോട്ട് പി വെച്ചാൽ പിന്നെ നമുക്കൊരു സൈൻ തീറ്റ ടേം ആണ് വരുന്നത്. സൈൻ തീറ്റ ടേം ഇപ്പോൾ ഡോട്ട് പ്രോഡക്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു കോസ് തീറ്റ ടേം വരും. കോസ് തീറ്റ ടേം വന്നിട്ടാണ് നമുക്ക് റോബി കിട്ടുന്നത്. അപ്പോൾ ഡെൽ ക്രോസ് പി ഇട്ടാൽ സൈൻ തീറ്റ ടേം വരും. അപ്പോൾ ഈ സൈൻ തീറ്റ ടേം 0 ആകണമെങ്കിൽ തീറ്റ 0യും 180 വരണം. മറ്റേ ആംഗിളിലെല്ലാം ഇത് 0 അല്ല, അതാ അർത്ഥം. അപ്പോൾ ഇത് 0 അല്ല, ഈ ഡെൽ ക്രോസ് പി 0 അല്ലെന്ന് പറയണം നമ്മൾ. ബാട്ട് ഡെൽ ക്രോസ് പി 0 അല്ലെന്ന് പറയാൻ കാരണം ഡെൽ ഡോട്ട് പി റോബി ആണ്. അത് ആ കാരണം കൊണ്ട് ഡെൽ ഡോ ക്രോസ് പി 0 ആകില്ല. 0 ആണെങ്കിൽ നമുക്ക് ഈ ആംഗിള് തീറ്റ 0യും 180 വരണം. മറ്റേ ആംഗിളാണെങ്കിൽ വരത്തില്ലല്ലോ. എങ്ങനെയാണ്? ഇപ്പോൾ എ ഡോട്ട് ബി ഇടത്ത് കോസ് തീറ്റയുണ്ട്, എ ക്രോസ് ബി ഇടത്ത് സൈൻ തീറ്റയുണ്ട്. സൈൻ തീറ്റ 0 ആണെങ്കിൽ ഒന്നെങ്കിൽ തീറ്റ 0യും 180 വരണം. മറ്റേ ആംഗിളിൽ 0 വരത്തില്ലല്ലോ. അപ്പോൾ ആ കാരണം കൊണ്ട് ഡെൽ ഡോട്ട് പി ഉള്ളത് കൊണ്ട് ഡെൽ ക്രോസ് ബി ഉണ്ടായിരിക്കും, 0 ആയിരിക്കത്തില്ല. അപ്പോൾ ഈ വാല്യൂ നമ്മൾ പിന്നെ മുകളിൽ ഇക്വേഷനകത്ത് കൊടുക്കും. ഈ ഡെൽ ക്രോസ് പി നോട്ട് 0 എന്നുള്ള വാല്യൂ ഈ മുകളിൽ ഇക്വേഷനകത്ത് കൊടുക്കും. അവിടെ ഡെൽ ക്രോസ് ഡി ഈക്വൽ ടു ഡെൽ ക്രോസ് പി എന്നാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് കൊടുക്കണം. കൊടുക്കുമ്പോൾ കിട്ടും ഡെൽ ക്രോസ് ഡി നോട്ട് ഈക്വൽ 0. ദാറ്റ് ഇക്വേഷൻ 1. ആൾറെഡി വി ഹാവ് സീൻ ഡെൽ ക്രോസ് ഇ നോട്ട് ഈക്വൽ ടു 0. ഇക്വേഷൻ നമ്പർ 2. ഇലക്ട്രിക് ഫീൽഡിന്റെ കേള് 0 ആണ്, ഡിസ്പ്ലേസ്മെന്റിന്റെ കേള് 0 അല്ല. അപ്പൊ ഈ ഡിയും സാമ്യം ഉണ്ടായിരുന്നെങ്കിൽ 2 0 ആകണം, അല്ലെങ്കിൽ 2 0 ആകരുത്. പക്ഷെ ഇത് തിരിച്ചാ വരണം. ഒന്ന് 0 ഇല്ല, മറ്റൊരു 0 ആണെന്നാണ് പറയണത്. അപ്പോൾ അത് സാമ്യം ഇല്ലാത്തൊരവസ്ഥയാണ്. സാമ്യം ഉണ്ടാകണമെങ്കിൽ ഈ ഡെൽ ക്രോസ് ഡിയും ഡെൽ ക്രോസ് ഇ ഒരേ ഫോമിൽ വരണം. ഒന്നെങ്കിൽ നോട്ട് ഈക്വൽ 0 അല്ലെങ്കിൽ ഈക്വൽ 0. ഇത് 2 ഡിഫറൻ്റ് ആയിട്ടാണ് വരുന്നത്. അതാണ് എഴുതുന്നത്. ദീസ് 2 റിലേഷൻസ് ഷോ ദാറ്റ് ഇ ആൻഡ് ഡി ആർ നോട്ട് സിമിലർ. ദാറ്റ് ഈസ് ദർ ഇസ് നോ പാരലലിസം ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. ഈ ഡി തമ്മിൽ സാമ്യമില്ല, ഒരുപോലെ വരുന്ന സംഖ്യകളല്ല. അതൊന്നുകൂടി നമ്മൾ വിശദമായിട്ട് വാക്കുകൾ പറയാൻ. Moreover, we can express in the form E is equal to minus del V. നമ്മൾ ബിഗിനിങ്ങിൽ പറഞ്ഞിട്ടുണ്ട്, ചാപ്റ്ററിന്റെ ആരംഭത്തിൽ. ഇലക്ട്രിക് ഫീൽഡ് ഈസ് എ നെഗറ്റീവ് ഗ്രേഡിയന്റ് പൊട്ടൻഷ്യൽ. Moreover, we express E in the form E is minus del V, but we cannot express D in this form. D നമുക്ക് അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. D മൈനസ് ഗ്രേഡിയന്റ് സംതിങ് എഴുതാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ യുവർ പി ദി ഇലക്ട്രിക്കൽ ഡിസ്പ്ലേസ്മെന്റ് D has no physical meaning. അപ്പോൾ പിയും ഇയും ഒക്കെ നമുക്ക് ഡെൽ ടൈമിൽ എഴുതാം, പക്ഷേ ഡി അങ്ങനെ എഴുതാൻ പറ്റത്തില്ല. അതിൻ്റെ അർത്ഥം ഡിക്ക് പ്രത്യേക മീനിങ് ഇല്ല. പിന്നെ എപ്പോഴാണ് മീനിങ് ഉള്ളത്, എപ്പോഴാണ് അതിന് പ്രാധാന്യം ഉള്ളത്? ദ ഓൺലി റീസൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് ഇറ്റ് ഈസ് ടു കാൽക്കുലേറ്റ് ഫീൽഡ് ഇൻസൈഡ് എ dielectric without first having to know the distribution of polarization charges. ഇപ്പോൾ പോളറൈസേഷൻ ചാർജസ് ഇല്ലെങ്കിൽ നോക്കിയേ, ദ ഓൺലി റീസൺ ഫോർ ഇൻട്രൊഡ്യൂസിങ് ഇറ്റ് ഈസ് ടു കാൽക്കുലേറ്റ് ഫീൽഡ് ഇൻസൈഡ് ഡയലക്ട്രിക്. ഈ ഡയലക്ട്രിക്കിനകത്തുള്ള ഫീൽഡ് കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടേമാണ് ഡി, വിത്തൗട്ട് ഫസ്റ്റ് ഹാവിങ് ടു നോ ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് പോളറൈസേഷൻ ചാർജസ്. അപ്പോൾ പോളറൈസേഷൻ ചാർജിനെ കുറിച്ച് അറിയാതെ ഒരു ഡയലക്ട്രിക്കിനകത്തുള്ള ഫീൽഡ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തൊരു ടേമാണ്
ഡി എന്ന് പറയുന്നത്. അതിന് ഇ പോലെ അല്ലെങ്കിൽ പി പോലുള്ള പ്രോപ്പർട്ടി അല്ല ഉള്ളത്. അപ്പോൾ ഇതിൻ്റെ റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇവയെല്ലാം, പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് എന്ന് ഓർത്തോളണം. എക്സ്പ്ലെയിൻ ദി ഡിസെപ്റ്റീവ് പാരലിസം ബിറ്റ്വീൻ ഇ ആൻഡ് ഡി. പിയും ഡിയും തമ്മിലുള്ള ഡിസെപ്റ്റീവ് പാരലിസം, ആ കുഴപ്പിക്കുന്ന സാദൃശ്യം, അതിനെക്കുറിച്ചൊരു നോട്ട് പറയുക. അത് നമ്മൾ മുകളിൽ കൊടുത്തിരിക്കുന്ന നോട്ട് എഴുതിയാൽ മതി. പിന്നെ ആ ചോദ്യം ഇങ്ങനെയും ചോദിക്കാം, ദ സിമിലാരിറ്റി ബിറ്റ്വീൻ ഇ ആൻഡ് ഡി ഇസ് ഡിസെപ്റ്റീവ്, എക്സ്പ്ലെയിൻ. ഇയും ഡിയും തമ്മിലുള്ള സിമിലാരിറ്റി നമ്മളെ സംശയിപ്പിക്കുന്നതാണ്, കുഴപ്പിക്കുന്നതാണ്, എക്സ്പ്ലെയിൻ ചെയ്യുക. അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദി 3 ഇലക്ട്രിക് വെക്ടേഴ്സ്, ഹൗ ആർ ദി റിലേറ്റഡ്. അത് നമ്മൾ കഴിഞ്ഞ സ്ലൈഡിലും കഴിഞ്ഞ ലെക്ചറിൽ നമ്മൾ കൊടുത്തിരുന്നതാണ്. 3 ഇലക്ട്രിക് വെക്ടേഴ്സ് ഡി, ഇ ആൻഡ് പി ആണ്. ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. പ്രധാനപ്പെട്ട ചോദ്യമാണ്. അത് കഴിഞ്ഞ ലെക്ചറിനകത്തും ക്വസ്റ്റ്യനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തൊരു പോയിന്റ്, ഇത് എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി, സൈ, that is capital psi. We can write capital psi or small psi. Small psi is given just below line. For a linear dielectric, the polarization P is equal to epsilon 0 psi E. epsilon 0 psi E എന്ന് എഴുതും. epsilon 0 chi ആണ്, chi E. psi എന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ രൂപത്തിലാണ് ഉള്ളത്, psi ഫംഗ്ഷൻ. ഇത് chi. പി ഇസ് ഈക്വൽ എപ്സിലോൺ 0 chi E, chi E എന്നെഴുതും. വേർ chi is called ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി. ഇപ്പോൾ പോളറൈസേഷനെ നമ്മൾ എപ്സിലോൺ 0 chi E എന്ന് എഴുതിയാൽ കൈയെ വിളിക്കുന്ന പേരാണ് ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റി എന്ന് പറയും. അപ്പം ഇനി ഈ കൈക്ക് വേറൊരു ഇക്വേഷൻ ഉണ്ടാക്കിയെടുക്കുക. ഇലക്ട്രിക്കൽ സസെപ്റ്റിബിലിറ്റിക്ക് വേറെ ഇക്വേഷൻ പറയുമ്പോൾ ഡി ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 ഇ പ്ലസ് പി. the relation connecting the 3 electric vectors. And polarization has 2 relations. Previously we have seen P is equal to alpha E. Alpha is the atomic polarizability. We have written, you refer back, alpha, P is alpha E. In the place of alpha we can write epsilon 0 chi. The atomic polarizability is equal to epsilon 0 chi. There is a relation. So P is equal to, it's a comma in between E and B. You write as a second step. P is equal to epsilon 0 chi E. Since atomic polarizability alpha is equal to epsilon 0 chi. Therefore, D is equal to epsilon 0 E plus epsilon 0 chi E. Epsilon 0 can be taken out. D is equal to epsilon 0 E in 1 plus chi. Equation number 1. But you know the electrical displacement has another relation. We have seen earlier, in the earlier discussion. D is equal to epsilon E or epsilon 0 epsilon R E. Put in equation number 1. So we get epsilon 0 epsilon R E is equal to epsilon 0 E into 1 plus chi. Epsilon 0 cancels, E cancels. What we get? We get E cancels, epsilon 0 cancels. Epsilon R is 1 plus chi. The relative permittivity and electrical susceptibility are related in the manner epsilon R is equal to 1 plus chi. The relative permittivity and electrical susceptibility are related in the manner epsilon R is equal to 1 plus chi. So these 2 questions you understand. The question number is also written. What is electrical susceptibility? How is it related to dielectric constant? That relation we have just seen above. Other question, write down the relation between electrical susceptibility and atomic polarizability. It is a 2018 question. So we have a polarization P is equal to alpha E
That is capital P. And again polarization capital P is equal to, that is dipole moment, or we can write dipole moment, polarization density per unit volume. Dipole moment per unit volume. We are considering unit volume, therefore capital P. Alpha E for unit volume, P is equal to dipole moment P. Polarization capital P is dipole moment P equal to epsilon 0 chi E. Therefore, compare these two, we get alpha is equal to epsilon 0 chi. Here alpha is called atomic polarizability and chi is called electrical susceptibility. So the relation connecting atomic polarizability and electrical susceptibility is alpha is equal to epsilon 0 chi. That is all with your 23rd lecture on electrodynamics. Thank you very much.